മൂന്നാറിൽ നിന്നും 48 കിലോമീറ്റർ ദൂരമുള്ള പ്രകൃതിരമണീയമായ ചെറു ഗ്രാമമാണ് മറയൂർ. ലോകത്തിൽ തന്നെയും ഏറ്റവും വിരളമായ ചന്ദനക്കാടുകൾ മറയൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കൂടാതെ പുൽത്തൈലം, ലോകപ്രശസ്തമായ മറയൂർ ശർക്കര എന്നിവയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഏകദേശം 3200 അടി സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഒരു ചെറു പട്ടണമാണ് മറയൂർ. ചന്ദനക്കാടുകൾക്കും കരിമ്പിൻ കൃഷികൾക്കും വളരെ അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയും. അതുകൊണ്ട് മറയൂർ വിസിറ്റ് ചെയ്തപ്പോൾ ശർക്കര വാങ്ങുവാനായിട്ട് തീരുമാനിച്ചു. ഒരു കടയിൽ കയറി 1 കിലോ ശർക്കരയ്ക്ക് വില ചോദിച്ചപ്പോൾ 1 കിലോയ്ക്ക് 65 രൂപയാണ് വില പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ലോക്കൽ റീറ്റെയിലറുടെ അടുത്ത് 65 രൂപ കിലോ വിലയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് ഇതിലും വിലക്കുറവിന് കിട്ടും. അപ്പോഴാണ് നിറയെ കരിമ്പുമായി ഒരു ലോറി ഞങ്ങളുടെ മുൻപിൽ പോകുന്നത് ശ്രദ്ധിച്ചത്. ഞങ്ങളതിനെ പിന്തുടർന്നു. ആ ലോറി ഒരു ശർക്കര ഫാക്ടറിയിലേക്കാണ് ഞങ്ങളെ നയിച്ചത്. ഞങ്ങളുടെ ആശയ്ക്ക് വിപരീതമായി ശർക്കര ഫാക്ടറിയിൽ എത്തിയപ്പോൾ അവിടെ 1 കിലോ ശർക്കരയ്ക്ക് 80 രൂപയാണ് വില. എന്തുകൊണ്ടാണ് ശർക്കര ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് വില കൂടുതൽ എന്നന്വേഷിച്ചപ്പോഴാണ് മീസ ഫാക്ടറി മാനേജരും വർഷങ്ങളായി ശർക്കര ബിസിനസ്സിലുള്ള വളർമതി അതിൻ്റെ ഗുട്ടൻസ് പറഞ്ഞു തന്നത്. ടൗണിൽ കിട്ടുന്ന ശർക്കര താഴെ തമിഴ്നാട്ടിൽ നിന്നും മറയൂർ നിന്നുമുള്ള മിക്സാണ്. ഒറിജിനൽ ശർക്കര ഫാക്ടറിയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് വില കൂടാൻ കാരണം. മാത്രമല്ല, പരമ്പരാഗത രീതിയിലുണ്ടാക്കുന്ന മറയൂർ ശർക്കര പൂർണ്ണമായും ഹാൻഡ് മെയ്ഡാണ്. ഈ ശർക്കര പഞ്ചസാരയേക്കാൾ ആരോഗ്യത്തിന് ഗുണകരവും പൂർണ്ണമായും പ്രകൃതിദത്തവുമാകയാൽ ഷുഗർ പേഷ്യൻസിന് പോലും കഴിക്കാവുന്നതുമാണ്. മീസായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശർക്കര പൂർണ്ണമായും എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. നല്ല ഗുണമേന്മയുള്ള ഈ ഉൽപ്പന്നം വളരെ പ്രവൃത്തി പരിചയമുള്ള റഫായേലും സെൽവിയുടെയും മേൽനോട്ടത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. മാർക്കറ്റിംഗ് വിദഗ്ധയായ വളർമതിയുടെ മേൽനോട്ടം ചെറിയ കാര്യങ്ങളിൽ പോലുമുണ്ട്. കരിമ്പിൻ തോട്ടം തിരഞ്ഞെടുക്കുന്നത് മുതൽ അതിൻ്റെ നീരെടുത്ത് ചൂടാക്കുന്നതും കൃത്യമായ അളവിൽ തന്നെയാകണം. ചൂടോടെ ശർക്കര ഉരുട്ടിയെടുക്കുകയും ചെയ്യണം. മറയൂരിലെ കരിമ്പിൻ്റെ ഗുണമേന്മയും കാലാവസ്ഥയും മണ്ണിൻ്റെ ഗുണവും വെള്ളത്തിൻ്റെ പ്രത്യേകതയും ഇതെല്ലാം സമന്വയിപ്പിക്കുമ്പോൾ മറയൂർ ശർക്കരയായി. കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന കരിമ്പ് ആട്ടി അത് അരിച്ച് ഒരു സംഭരണിയിലാണ് സൂക്ഷിക്കുന്നത്. അടുത്തതായി അത് മറ്റൊരു സംഭരണിയിലേക്ക് പമ്പ് ചെയ്യുന്നു. അടുത്ത ഘട്ടത്തിൽ ഒന്നുകൂടി അരിച്ച് ബോയിലിംഗ് പാനിലേക്ക് ഒഴിക്കുന്നു. ബോയിലിംഗ് പാനിൽ 120 ഡിഗ്രി മുതൽ 150 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഈ ലായനി തിളപ്പിക്കുന്നത്. അത് ഏകദേശം 3 മണിക്കൂർ ഒരേ ചൂടിൽ തിളപ്പിക്കണം. കരിമ്പിൻ ചണ്ടിയാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് റഫായേലിൻ്റെ കണ്ണും മനസ്സും കൂർപ്പിച്ചിരിക്കുന്നത്.
ഒറ്റ നോട്ടത്തിൽ തന്നെ അതിൻ്റെ കൃത്യമായ പാകം തനിക്ക് മനസ്സിലാവുമെങ്കിലും കൃത്യതയ്ക്ക് വേണ്ടി കൈ വെള്ളത്തിൽ തണുപ്പിച്ച് ചൂട് പാനി വെള്ളത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് കഷ്ണം പോലെ ശർക്കര കിട്ടും. അത് ഞെക്കി നോക്കുമ്പോൾ അവർക്കതിൻ്റെ കൃത്യമായ പാകം മനസ്സിലാകും. പാകമെത്തിയാൽ തിളയ്ക്കുന്ന ലായനി അടുത്ത് വച്ചിരിക്കുന്ന വലിയൊരു മരപ്പാത്രത്തിലേക്ക് അരിച്ച് ഒഴിക്കുന്നു. ഒഴിച്ച ലായനി തണുപ്പിക്കാനായി ഇളക്കിക്കൊണ്ടിരിക്കും. പൂർണ്ണമായി തണുക്കുന്നതിന് മുൻപ് തന്നെ ഏകദേശം ഉറച്ച ലായനി ചുരണ്ടിയെടുത്ത് കൂട്ടിയിരിക്കുന്നത് ഉരുട്ടുവാനായി തുടങ്ങും. ഒരാളുടെ 2 കൈപ്പത്തിയിൽ ഒതുങ്ങുന്നതാണ് ഒരു ഉരുള. മറയൂർ ശർക്കരയുടെ വിശേഷങ്ങൾ നമുക്ക് ശ്രീമതി വളർമതിയിൽ നിന്നും നേരിട്ട് കേൾക്കാം. എൻ്റെ പേര് വളർമതി മണി എന്നാണ്. ഞാൻ മറയൂർ എന്ന് പറയുന്ന സ്ഥലമാണ്, അതായത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ മറയൂർ എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് മെസ്സ എന്ന് പറയുന്ന കമ്പനിയാണ്. നമ്മുടെ ഓർഡറിൻ്റെ പേര് അക്ബർ അലി. സാർക്ക് പണ്ട് തൊട്ടേ ഈ കൃഷി ഉള്ളതാണ്. ഈ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഫാക്ടറി വയ്ക്കുന്ന ഒരു താല്പര്യം കൊണ്ട് ഞങ്ങൾ സാറൊരു അധ്യാപകനായിരുന്നു, ഫിസിക്സ് അധ്യാപകനാണ്. +2 ഗവൺമെൻറ് ജോലി വേണ്ടാന്ന് വെച്ച് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫാക്ടറി തുടങ്ങിയിരിക്കുന്നത്. സാറിൻ്റെ കീഴിൽ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറേ കുടുംബങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് കരിമങ്കാട് അവർ പണ്ട് അവരെ പ്ലാന്റിൽ ചെയ്തിട്ടാണ് ഈ പ്രൊഡക്ഷനൊക്കെ എടുത്ത് സെയിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഫാക്ടറി ആയിട്ട് വെച്ച് 3 കൊല്ലമേ ആവുന്നുള്ളൂ. മെസ്സ എന്ന് പറയുന്ന പേരിൽ ചെയ്യുന്നത്. നമ്മൾ ഫാക്ടറിയിൽ ശർക്കര ചെയ്യുന്നതെല്ലാം എക്സ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ, ലോക്കൽ സെയിലൊന്നുമില്ല. പിന്നെ കസ്റ്റമേഴ്സ് ആരെങ്കിലും പറയുവാണെങ്കിൽ മാത്രം നമ്മൾ അവരുടെ കരിമ്പ് രണ്ടിനെടുത്ത് പ്രൊഡക്ഷൻ എടുത്ത് അവർക്ക് കൊടുക്കും. പിന്നെ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ദുബായ്, ഗൾഫ്, USA എല്ലാ സ്ഥലത്തും ഫോറിൻ എല്ലാം പോകുന്നത്. പിന്നെ ലോക്കൽ സെയിലൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ പ്രൊഡക്ഷൻ 4 പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഹാൻഡ് മെയ്ഡ് റൗണ്ട്, അതാണ് മറയൂർ ശർക്കരയുടെ പ്രത്യേകത. ഇതെന്ന് പറയുമ്പോൾ ഈ ശർക്കരയാണ് മറയൂർ ശർക്കര. ഹാൻഡ് മെയ്ഡ് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുന്ന ശർക്കരയാണ് ഈ ശർക്കര. അല്ലാണ്ടുള്ള ടൈപ്പ് നമ്മൾ ഫോറിനിലേക്ക് അയക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് ക്യൂബ് എന്ന് പറയും. അതായത് പലകയിൽ ഒഴിച്ച് എടുക്കുന്ന ഇത് നമ്മൾ ഗൾഫിലോട്ട് അയക്കുന്നതാണ്, ദുബായ് അയക്കുന്നുണ്ട്. അവർ ഓർഡർ തരുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പിന്നെ അതിൽ തന്നെ വേറെ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ശർക്കര പൗഡർ, വൈറ്റ് ഷുഗർ പോലെ ബ്രൗൺ ഷുഗർ മീൻസ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ബ്രൗൺ ഷുഗർ, മറ്റേ ബ്രൗൺ ഷുഗർ അല്ല. ഇത് നമ്മൾ ശർക്കരയുടെ വേസ്റ്റ് അല്ല, ഇത് നമ്മൾ ലിക്വിഡ് തന്നെ പൊടിയാക്കി ഒത്തിരി റിസ്ക് എടുത്ത് ചെയ്യുന്ന ഇതാണ് ശർക്കര പൗഡർ എന്ന് പറയുന്നത്. പിന്നെ അല്ലാണ്ടുള്ളത് ശർക്കര പാനി എന്ന് പറയുമ്പോൾ ബോട്ടിലാക്കി വയ്ക്കും. അതായത് ഈ 4 പ്രൊഡക്റ്റാണ് മെസ്സയുടെ പ്രൊഡക്റ്റ്. ഇത് എല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. നമ്മൾ കെമിക്കലൊന്നും ആഡ് ചെയ്യാതെ ഡയറക്റ്റ് ജ്യൂസിൽ എന്ത് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ടോ അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പ്രൊഡക്ഷൻ. ഈ 4 എണ്ണവും. പിന്നെ ഈ കരിമ്പെന്ന് പറയുന്നത്
11 മാസം 12 മാസം ഇങ്ങനെ വിളവുള്ളതാണ്. കറക്റ്റ് 1 ഇയർ 1 ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഷുഗർ കെയിൻ കട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ നമുക്ക് പ്രൊഡക്ഷനായിട്ടുള്ള നല്ല സാധനം കിട്ടും. അതിന് മുമ്പ് തന്നെ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റില്ല. ടേസ്റ്റ് മാറും, കളർ മാറും, എല്ലാം കൂടി മാറുന്നതാണ്. മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ബ്രൗണും ബ്ലാക്കിഷ് ആയിട്ടുള്ള ബ്ലാക്ക് ആ കളറാണ് മറയൂർ ശർക്കര എന്ന് പറയുന്നത്. പിന്നെ വൈറ്റിഷ് ആയിട്ട് വരുന്നത് നല്ല കളറൊക്കെ കിട്ടുന്നത് കെമിക്കൽ ആഡ് ചെയ്യുവാണെങ്കിൽ കിട്ടും. ഇപ്പം നേരത്തേക്ക് ഉണ്ടായിരുന്നത് വെളുത്ത ശർക്കരയാണ് നല്ല ശർക്കര എന്ന് എല്ലാവരുടെ മൈൻഡ് സെറ്റായി വയ്ക്കുന്നത്. അത് പിന്നെ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് ശീലമാക്കിയതാണ്. തമിഴ്നാട്ടിൽ നിന്ന് കുറേ ശർക്കരകൾ വന്ന് അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇതാണ് മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ എല്ലാവരും ശീലമായതുകൊണ്ടാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മറയൂർ ശർക്കര എന്ന് പറയുന്നത് ഈ ബ്രൗണിഷും ഈ ഡാർക്ക് കളറായിട്ടുള്ള ശർക്കരയാണ്. കെമിക്കലൊന്നും ഇടാണ്ട് നമ്മൾ എടുക്കുന്ന ഈ ശർക്കരയാണ്. പിന്നെ ഈ ശർക്കരയിലുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര കഴിക്കുവാണെങ്കിൽ ഷുഗർ കൂടത്തില്ല. ആരും പേടിക്കണ്ട, ഷുഗർ കൂടില്ല. പിന്നെ പിമ്പിൾസ്, ചൂട്, അതുപോലെയുള്ള കുറേ അസുഖങ്ങൾ മാറും. പിന്നെ പ്രഗ്നൻസി ടൈം കൂടുതൽ ഈ ശർക്കര നമ്മൾ എടുക്കുവാണെങ്കിൽ ബ്ലഡ് കണ്ടൻറ്റ് കൂടുതൽ നമുക്ക് രക്തം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ മറയൂർ ശർക്കരയ്ക്ക് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ മറയൂരിൻ്റെ മണ്ണും ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശവുമാണ് ഈ ടേസ്റ്റ് നമുക്ക് തരാനുള്ള നല്ല ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ വേറെ ഏത് ശർക്കര കഴിച്ചാലും ഈ ടേസ്റ്റ് കാണില്ല. പിന്നെ എല്ലാ പ്ലാന്റ്സിനും നമ്മൾ ചെയ്യുമ്പോൾ നല്ല ശർക്കര കിട്ടുമെന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ ഈ 1 ഇയർ അവർ ശരിക്കും കൃഷി ചെയ്തില്ലെങ്കിൽ കൊടുക്കുന്ന വളവോ വെള്ളമോ ഏതെങ്കിലും ഒന്ന് മാറിപ്പോയാലും നമുക്ക് പ്രൊഡക്ഷന് കാണാൻ പറ്റും. പ്രൊഡക്ഷന് കാണാൻ പറ്റുന്നത് കളർ ചേഞ്ചസ് ആവും, ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അവർക്ക് കൈ പതന്നൊന്നുണ്ട്, അത് നോക്കുമ്പോൾ അവർക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെ ഇത് നോക്കണം. പിന്നെ മറയൂർ ശർക്കരയ്ക്ക് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഡൽഹിയിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് നല്ല ഒരു സാധനം ഇത് തിങ്സിന് മാത്രമേ കിട്ടത്തുള്ളൂ. അതിൽ മറയൂർ ശർക്കരയും ഒന്നാണ്. മറയൂർ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് മറയൂർ ശർക്കര, പിന്നെ ചന്ദനം, പിന്നെ മറ്റേ ലെമൺ ഗ്രാസ് ഓയിലില്ലേ അത്, പിന്നെ പുള്ളി, ഇതുപോലത്തുള്ള ഒരു സ്പൈസസ് ഐറ്റമാണ് എല്ലാം കൂടി ചേർന്ന് വരുന്നത്. അതിൽ ഫുഡിൻ്റെ കൂടി നമുക്ക് GI ടാഗിൻ്റെ സർട്ടിഫിക്കറ്റും നമുക്ക് മറയൂർ ശർക്കരയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടുന്ന വളം നന്നായിട്ട് കൊടുത്തില്ലെങ്കിൽ ആ ശർക്കരയ്ക്ക് കളർ വേരിയേഷൻസ് വരും. പിന്നെ ഒരു കാട് വെട്ടി വരുമ്പോൾ കിട്ടുന്ന അത് തന്നെ മറ്റേ കാടിൽ കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മാനുവലിങ് ചെയ്തിരുന്ന ഏതെങ്കിലും ചെറിയ ഡിഫറൻസ് കാണും, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ആദ്യം ആ കരിമ്പ് ജ്യൂസാക്കി ആദ്യത്തെ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഞാൻ പറയുന്നത്. ആദ്യം ജ്യൂസ് എടുത്ത് ഒരു ചെറിയ ടാങ്ക്, സെറ്റിൽഡ് ടാങ്ക് എന്ന് പറയും, ആ ടാങ്കിലാണ് ആദ്യം ജ്യൂസ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് പിടിക്കുന്നത്, ആദ്യത്തെ ഫിൽട്രേഷൻ. പിന്നെ ആ ജ്യൂസ് പമ്പിങ്ങിലെ കൂടി ഓസി കൂടി പോയി സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്ന ടാങ്കിൽ പോയി നിറയും. അവിടെ വീഴുമ്പോൾ അവിടെ നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഫിൽട്രേഷൻ അവിടെയാണ് നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ബോയിലിംഗ് പാനിലോട്ട് ഒഴിക്കുമ്പോൾ 1000 ലിറ്റർ ജ്യൂസ് ബോയിലിംഗ് പാനിലോട്ട് ഒഴിക്കുമ്പോൾ അവിടെ ഒരു ഫിൽറ്റർ നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോയിലിംഗ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ജ്യൂസ് 3 മണിക്കൂർ തീ നിർത്താതെ കത്തിച്ചുകൊണ്ടിരിക്കണം. തീ എവിടെയെങ്കിലും കൂടിയോ കുറഞ്ഞോ എവിടെയെങ്കിലും പോയാൽ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റില്ല. ആ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് ഒഴിക്കുന്നതിനകത്ത് ഏതൊരു ശർക്കരയ്ക്കും പണ്ടായിരുന്നു ഒന്നും ഇടാണ്ട് നമ്മൾ ശർക്കര എടുത്തത്. ഇപ്പോൾ ഉള്ള ക്ലൈമറ്റ് ചേഞ്ചസ് ആയി പോയി മണ്ണിൻ്റെ അംശങ്ങളൊക്കെ മാറിപ്പോയത് കൊണ്ട് ആ ഫ്രഷ് ജ്യൂസിൽ നമ്മൾ അപ്പത്തിനിടുന്ന സോഡ, അതും ചുണ്ണാമ്പെന്ന് പറയുമ്പോൾ നമ്മൾ മുറുക്കാൻ എടുക്കുന്ന ആ ചുണ്ണാമ്പാണ്. അതെന്ന് പറയുമ്പോൾ ഒരു 50 അത്രത്തോളം ഒരു ക്വാണ്ടിറ്റി അതിൻ്റെ അകത്ത് ഇടും. അത് ഇടുന്നത് ചുണ്ണാമ്പിടുന്നത് സെറ്റാകാൻ വേണ്ടി, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും, അത് ഇട്ടാലേ രൂപം കിട്ടത്തുള്ളൂ. പിന്നെ അപ്പത്തിനിടുന്ന സോഡ നമ്മൾ ഇടുന്നത് മൊളാസസ്, ബിയർ, റം, വൈനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാനുള്ള മൊളാസസാണ്. അത് കരിമ്പിൻ്റെ മേലിലുള്ള ഒരു അഴുക്കാണ് മൊളാസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് പുറത്ത് ഫാക്ടറിക്ക് കൊടുക്കുവാണെങ്കിൽ അവർ ബിയർ, റമ്മോ, വൈന് ചെയ്യും. നമുക്ക് അത്രയും ക്വാണ്ടിറ്റി കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ അത് അടുപ്പിനകത്ത് തന്നെ ഒഴിച്ചേക്കുക. പിന്നെ ഇത് 150 to 200 ടെമ്പറേച്ചറാണ്. അതിൽ കൈയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 1000 ലിറ്റർ ജ്യൂസ് നിങ്ങൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ജാഗർ 150 കിലോഗ്രാംസ് ജാഗറേ കിട്ടത്തുള്ളൂ. ബാക്കിയൊക്കെ വേപ്പറായി പോകും. പിന്നെ അതിൽ കൈയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റെഡി എന്ന് പറയുമ്പോൾ വാൽവ് ഓപ്പൺ ചെയ്ത് കൂളിംഗ് പാനിലോട്ട് ഒഴിക്കും. കൂളിംഗ് പാനിലോട്ട് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കൂളിംഗ് ചെയ്തതിന് ശേഷം അത് കട്ടയായി വരാൻ തുടങ്ങും. ആ പരുവം ആകുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നുണ്ടെങ്കിൽ 4 കുവലിട്ടിട്ട് ചൂടോടെ കൈയും കൊണ്ട് ഉണ്ട പിടിക്കാൻ തുടങ്ങും. ഇതാണ് മറയൂർ ശർക്കരയുടെ പ്രത്യേകത. അതായത് ചൂടുകട്ട കൈയും കൊണ്ട് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നത്, ഗ്ലൗസ് ഇട്ടിട്ടോ അങ്ങനെയൊന്നുമില്ല, നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ് മറയൂർ ശർക്കര എന്ന് പറയുന്നത്. പിന്നെ അല്ലാണ്ട് ഞാൻ പറഞ്ഞ ഈ ക്യൂബ് എന്ന് പറയുന്നത് ഈ ക്യൂബ് ചെയ്യുമ്പോൾ ഇത് കൂളിംഗ് പാനിൽ ഒഴിക്കില്ല. നമ്മൾ അതിന് വേറെ ഒരു വുഡ് ഉണ്ട്, അതായത് ചെറിയൊരു വുഡായിട്ടുണ്ടാവും. അത് തവിയും കൊണ്ട് കോരി ഒഴിക്കുന്ന സംവിധാനമാണ്.
അത് നമ്മൾ ഏത് പളയിൽ ഏത് ഷേപ്പിൽ വേണോ അത് ലിക്വിഡായിട്ടുള്ളപ്പം കോരി ഒഴിക്കണം. കോരി ഒഴിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഷേപ്പ് അങ്ങനെ കിട്ടും. പക്ഷെ അത് 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്യണം. ഈ ശർക്കര ഉണ്ടാക്കുമ്പോൾ പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തീ ഇടുന്നതും ആ ടൈമിങ്ങാണ്. കറക്റ്റ് ടൈമിങ് എങ്ങാനും ഒരു മിനിറ്റ് 2 മിനിറ്റ് എങ്ങാനും തീ ഒന്ന് കൂടി എരിഞ്ഞാലോ അല്ലെങ്കിൽ കുറഞ്ഞാലോ അല്ലെങ്കിൽ അവർ ചെക്ക് ചെയ്യുന്നത് ഒന്ന് മാറിപ്പോയാലോ ഇതിലുള്ള ഏതോ ഒരു പ്രൊഡക്ഷനും നമ്മുടെ കൈ കിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ മറയൂർ ശർക്കര എന്ന് പറയുന്നത്, മറയൂർ ശർക്കരയ്ക്കുള്ള റേറ്റ് മാക്സിമം ഇവിടുന്ന് തന്നെ എന്താ പറയുന്നത്, കൃഷിക്കാരുടെ അടുത്ത് നിന്ന് എടുക്കുന്നത് തന്നെ 100 റുപ്പീസിന് എടുത്താലേ അത് മറയൂർ ശർക്കര. പിന്നെ നിങ്ങൾക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന 50 രൂപയുണ്ട്, 60 രൂപയുണ്ട്, 70 രൂപയുണ്ട് പറയാറുണ്ട്. പക്ഷേ ഇവിടുന്ന് കൃഷിക്കാരുടെ അടുത്ത് നിന്ന് എടുക്കുന്ന നല്ല ശർക്കര അവിടെ ഉണ്ടാക്കുന്നത്. അവർക്ക് ഒരു നല്ലൊരു ബെനിഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തിരുന്ന് 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് പുറത്ത് കൊണ്ട് വിൽക്കുമ്പോൾ 100, 150 വരെ ഈ ശർക്കര ധാരാളമായിട്ട് നമുക്ക് വിൽക്കാം. കാരണം ഇതിൽ കെമിക്കലൊന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ജ്യൂസിൽ കിട്ടുന്ന നമ്മുടെ മെസ്സ കമ്പനിയിൽ ഞങ്ങൾ ചെയ്യുന്നത് കെമിക്കലൊന്നും ഇടുന്നില്ല. നാച്ചുറൽ ജ്യൂസിൽ എന്നാ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ടോ അത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മളിവിടെ കൊടുക്കുന്നത് 100 രൂപയ്ക്ക് ശർക്കര പാക്കിങ് പ്രിൻറ്റിങ് വെച്ചേക്കുന്നത്, നമ്മൾ സെയിൽ ചെയ്യുന്നത് 80 രൂപയ്ക്കാണ്. പിന്നെ വേരിയേഷൻസ് വരും. ചില സമയം ശർക്കരയ്ക്ക് വില കുറയുമ്പോൾ അതിൻ്റെ റേറ്റ് ആയിരിക്കും, കൂടുമ്പോൾ അതിൻ്റെ റേറ്റ് ആയിരിക്കും. ഫിക്സഡ് ആയിട്ട് ശർക്കരയ്ക്ക് റേറ്റ് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഓണ സമയമൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചായിരിക്കും റേറ്റൊക്കെ വരുന്നത്. പിന്നെ മറയൂർ ശർക്കര എന്ന് പറയുമ്പോൾ ആ ടേസ്റ്റാണ്, അതുകൊണ്ടാണ് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് മറയൂർ ശർക്കര നിങ്ങൾക്ക് കഴിക്കാം. ഇത് കഴിക്കുമ്പോൾ ഹെൽത്തിന് നല്ലതാണ്. കൂടുതൽ ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ഈ ഷുഗർ ഉണ്ടാക്കുന്നതും ഈ കളറുള്ള ശർക്കര തന്നെയാണ് നമ്മൾ പഞ്ചസാരയായിട്ട് മാറ്റിയെടുക്കുന്നത്. അതായത് ഈ ബ്രൗണിഷ് ആയിട്ടുള്ളത് എത്രത്തോളം അപ്പം കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വൈറ്റിഷായിട്ട് മാറുന്നതെന്ന് ചിന്തിച്ചാൽ മതി. പക്ഷേ ഈ ശർക്കരയ്ക്ക് നമ്മൾ കെമിക്കലൊന്നും ഇടുന്നില്ല.